തദ്ദേശ വാർഡ് വിഭജനത്തിൽ ഓർഡിനൻസിനു പകരം ബില്ല് അവതരിപ്പിക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. നിയമസഭാ സമ്മേളനം ജൂൺ 10 മുതൽ ചേരും. ഈ സഭാ സമ്മേളനത്തിലാകും ബില്ല് അവതരിപ്പിക്കുക. വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്നും ഷീജ നൽകും. ഷീജ, തദ്ദേശ വാർഡ് വിഭജനത്തിൽ ഓർഡിനൻസിന് പകരം ബില്ല് അവതരിപ്പിക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനമുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ബിനു, ജൂൺ 10 മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട പ്രധാനപ്പെട്ട തീരുമാനം. ഇത് സംബന്ധിച്ച് ഗവർണറോട് ശുപാർശ ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ ജൂൺ 10 മുതൽ 15ാം കേരളസഭയുടെ 11ാം സമ്മേളനമായിരിക്കും ആ രീതിയിൽ ഗവർണറുടെ അംഗീകാരത്തോടു കൂടി ചേരുക. ഈ സഭാ സമ്മേളനം ചേരാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് തദ്ദേശ വാർഡ് വിഭജനം സംബന്ധിച്ചിട്ടുള്ള ഓർഡിനൻസ് ഇറക്കാൻ നേരത്തെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ സഭാ സമ്മേളനം ചേരുന്ന സാഹചര്യത്തിൽ ഓർഡിനൻസ് നിലനിൽക്കുകയില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഓർഡിനൻസ് പിൻവലിച്ച് ഇതിന്റെ ബില്ല് സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് നിലവിലിപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചാണ് മന്ത്രിസഭാ യോഗം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് പത്മ പുരസ്കാരത്തിന്റെ ശുപാർശകൾ സംബന്ധിച്ച് അത് ശുപാർശകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് വേണ്ടി പ്രത്യേക സമിതിയെ രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനായിരിക്കും ഈ സമിതിയുടെ അധ്യക്ഷൻ. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.